ഹായ് ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജാനു. പട്ടി സമ്മതിക്കില്ല. ഞാൻ ഇന്ന് കുറേ ദിവസമായി ഓൺ വോയിസ് ഒക്കെ വന്നിട്ട്, അപ്പം ഞാൻ ഇന്ന് പറയാൻ വന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞാനൊരു 2 ഷോപ്പൊക്കെ നടത്തിയിട്ടുള്ള ആളാണ്. ഞാനിങ്ങനെ നടന്നു വന്നിട്ടുള്ള തലവേദന കാരണമാണ് ഗൈസ് ഇങ്ങനെ ലാഗാവുന്ന. ഞാൻ ചുമന്നിരിക്കുന്നതൊക്കെ ഫിൽറ്റർ മാത്രമല്ല, തലവേദനയും ഈ വെയിലിൻ്റെ ചൂട് അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ഷോപ്പിൽ നമുക്കൊരു കസ്റ്റമർ വരുമ്പോൾ, അത് ആരോ ആയിക്കോട്ടെ, പാവപ്പെട്ടവനായിക്കോട്ടെ, പണക്കാരനായിക്കോട്ടെ, ഉള്ളവനായിക്കോട്ടെ, ഇല്ലാത്തവനായിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, ആണായിക്കോട്ടെ, ആരായിരുന്നാലും നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുക. കാരണം നമ്മുടെ സ്ഥാപനത്തിലേക്കാണ് അവർ വരുന്നത്. അപ്പോൾ അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അവർക്ക് ചിക്കൻ ബിരിയാണിയും മട്ടനും ഒക്കെ വിളമ്പണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു മര്യാദ കൊടുക്കുക. ഞാൻ ഈ സാരി വാങ്ങിയത് പോത്തീസിൽ നിന്നാണ് കേട്ടോ. ഈ സാരി വാങ്ങിയത് പോത്തീസിൽ നിന്നാണ്. അപ്പോൾ അവിടെ നമ്മുടെ ആര്യ ബഡായിയുടെ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ സാരി എടുക്കാൻ എന്താണെന്നറിയില്ല, ഈ പഴയ ഓർമ്മ. അപ്പോൾ ആ സാരി കണ്ടപ്പോൾ ഒരു കൊതി തോന്നി. അങ്ങനെ ജസ്റ്റ് ആ സാരി ഞാനിങ്ങനെ നോക്കി. അപ്പോൾ പോത്തീസിൽ, നോട്ട് ചെയ്യുക, പോത്തീസിൽ നിൽക്കുന്ന ഒരു സാരി സെക്ഷനിൽ നിൽക്കുന്ന ജീവനക്കാരി, ഫസ്റ്റ് ഫ്ലോറിൽ കേട്ടോ, ഫസ്റ്റ് ഫ്ലോർ തന്നെയോ, അതെ, എൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ആര്യ ബഡായുടെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആ സാരിയെ പോലത്തെ സാരി അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ്, ആര്യ ബഡായുടെയൊക്കെ 1 ലക്ഷം രൂപയുടെ സാരി, അതൊക്കെ നിങ്ങൾക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുമോ? നിങ്ങൾക്കൊന്നും അതൊന്നും വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ സാരി എടുത്ത്, അതായത് ജസ്റ്റ് നോക്കിക്കൊണ്ടുവന്ന, ഇതൊരു 2000 സംതിങ് രൂപയുടെ സാരിയാണ്. ആ സാരിയെ പിടിച്ച് വാങ്ങിച്ച് ഇവർ ഷെൽഫിലേക്ക് വെച്ചു. അപ്പോൾ ഇങ്ങനെയാണോ മര്യാദ? ഞാൻ വാങ്ങാതിരിക്കുകയോ ചെയ്യട്ടെ. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം നമ്മൾ നോക്കും, ചിലപ്പോൾ നമ്മൾ വാങ്ങും, അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ വളരെ പുച്ഛത്തോടെ 1 ലക്ഷം രൂപയുടെ സാരിയൊന്നും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ സെയിൽസ് ഗേൾ മാഡം ചിലപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് ആയിരിക്കും കൊടുക്കുന്ന. എവിടെന്നെങ്കിലും കറങ്ങി തിരിഞ്ഞ് പോത്തീസ് മുതലാളി കാണുകയാണെങ്കിൽ ഒന്ന് ഓർമ്മിക്കുക കേട്ടോ. പാവപ്പെട്ടവരായിക്കോട്ടെ, പണക്കാരായിക്കോട്ടെ, നിങ്ങളെ വളർത്തുന്നത് കസ്റ്റമേഴ്സാണ്, എന്നെപ്പോലെയുള്ള കസ്റ്റമേഴ്സാണ്. അപ്പോൾ മര്യാദ എന്തെന്ന് സ്റ്റാഫുകൾക്ക് പറഞ്ഞു കൊടുക്കുക. സൈനിങ് ഓഫ് ജാനു.